ഇറാനുമായുള്ള സംഘർഷം 5-ാം മാസത്തിലേക്ക് കടക്കവേ അമേരിക്കൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരത്തിൽ വൻ ഇടിവെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ തുടരുന്നതിനൊപ്പം മറ്റ് മേഖലകളിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാനുള്ള വാഷിംഗ്ടണിന്റെ ശേഷിയെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന ഗവേഷണ സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച സംഘർഷങ്ങൾക്ക് പിന്നാലെ അമേരിക്ക വൻതോതിൽ പാട്രിയറ്റ് തേർഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് മിസൈലുകൾ വിന്യസിച്ചിരുന്നു. ഇതാണ് കരുതൽ ശേഖരത്തിൽ വലിയ കുറവുണ്ടാകാൻ കാരണമായത്. CSIS കണക്കുകൾ പ്രകാരം സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് അമേരിക്കയുടെ പക്കൽ ഏറ്റവും നൂതനമായ 2 മോഡലുകളായി 2200 പാട്രിയറ്റ് മിസൈലുകളും 452 തേർഡ് മിസൈലുകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ പാട്രിയറ്റ് മിസൈലുകളുടെ എണ്ണം 827-ൽ താഴെയായും തേർഡ് മിസൈലുകളുടെ എണ്ണം 278-ൽ താഴെയായും ചുരുങ്ങി. ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ സംവിധാനങ്ങൾ. മിസൈൽ ശേഖരം കുറയുന്നത് വ്യോമ പ്രതിരോധ ദൗത്യങ്ങളിൽ കൂടുതൽ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ വാഷിംഗ്ടണിനെയും സഖ്യകക്ഷികളെയും നിർബന്ധിതരാക്കുമെന്ന് റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിന് പാട്രിയറ്റ് തേർഡ് സംവിധാനങ്ങൾക്ക് പകരം വയ്ക്കാൻ മികച്ച മറ്റ് ബദലുകളില്ല. സ്റ്റാൻഡേർഡ് മിസൈലുകൾ ഘടിപ്പിച്ച അമേരിക്കൻ നാവിക കപ്പലുകൾ പലപ്പോഴും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര അകലെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളതെന്നും CSIS ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിൽ ഈ മിസൈലുകളുടെ പങ്ക് നിർണായകമാണ്. എന്നാൽ മിസൈൽ ശേഖരം കുറയുന്നുവെന്ന ആശങ്കകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. രാജ്യത്തിന്റെ ആയുധ ശേഖരം മികച്ച അവസ്ഥയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ മിസൈൽ ശേഖരം കുറയുന്നതിലെ ആശങ്കകൾ ട്രംപിനെ അറിയിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനുമായുള്ള സംഘർഷം വ്യാപിക്കുന്നതിലെ അപകട സാധ്യതകളും പ്രതിരോധ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഇതിന് പിന്നാലെ ഇറാനിലെ സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാഖിലെ ഇറാൻ അനുകൂല വിഭാഗങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്കൻ സൗദി സേനകൾ സംയുക്ത വ്യോമാക്രമണം നടത്തിയിരുന്നു. മേഖലയിലെ അമേരിക്കൻ സൈനികർക്ക് നേരെ ടെഹ്റാന്റെ നിർദ്ദേശപ്രകാരം നടന്ന മിന്നലാക്രമണം തടഞ്ഞതായും സൈന്യം അറിയിച്ചു. തുടർച്ചയായുള്ള ഈ പോരാട്ടങ്ങൾ പശ്ചിമേഷ്യയ്ക്ക് പുറത്തുള്ള പ്രതിരോധ സജ്ജീകരണങ്ങളെ ബാധിക്കുമെന്ന് CSIS റിപ്പോർട്ടിന്റെ സഹരചയിതാവും വിരമിച്ച മെറൈൻ കോർപ്സ് കേണലുമായ മാർക്ക് കാൻസിയൻ മുന്നറിയിപ്പ് നൽകി. ഇറാനുമായുള്ള യുദ്ധം നീണ്ടുപോകുന്നത് ചൈനയോ ഉത്തര കൊറിയയോ ഉൾപ്പെടുന്ന മറ്റ് അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ ശേഷിയെ ദുർബലപ്പെടുത്തുമെന്ന് അദ്ദേഹം CNN-നോട് വ്യക്തമാക്കി. അതേസമയം ഇറാനിലെ കേഷമിലുണ്ടായ US ആക്രമണത്തിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരെയും മെഡിക്കൽ സെന്ററുകളിലേക്ക് മാറ്റിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ 4 നഗരങ്ങളിൽ സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഷാഡേഗൻ, അൻവത് കെനാർ, അബാദാൻ, അഹ്വാസ് എന്നിവിടങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. അഹ്വാസിൽ മാത്രം 7-ലധികം സ്ഥലങ്ങളിൽ US സ്ഫോടനം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ബന്ദറബാസിലും 2 സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൗമോസി, കിഷ് ദ്വീപുകളിലും കേശം സമുദ്ര മേഖലയിലും ഹോർമുസ് കടലിടുക്കിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ടുണ്ട്. ഹോർമുസിൽ നിന്നുണ്ടായ സ്ഫോടന ശബ്ദം ഇറാന്റെ സായുധ സേന നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ എന്നതിൽ സംശയങ്ങളുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.